ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വളരെ അപൂർവമായി കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ചറപറ സൈനിങ്ങുകളാണ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത്. അതായത് 6 ദിവസത്തിനുള്ളിൽ 3 വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ യുവാൻ റോഡ്രിഗസ് എന്ന താരത്തെയാണ് ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതോടുകൂടി 6 വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനകത്ത് ഇപ്പോൾ ഉണ്ട്. അതായത് ഇനി വിദേശ താരങ്ങളെ കൊണ്ടുവന്നേക്കില്ല. കാരണം സ്ക്വാഡിൽ 6 വിദേശ താരങ്ങളെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഏതായാലും ആ 6 വിദേശ താരങ്ങൾ ആരൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 3 പേർ നേരത്തെയുണ്ട്. അഡ്രിയാൻ ലൂണയുണ്ട്, നോവ സദോയി ഉണ്ട്, അതുപോലെ തന്നെ ഡുഷാൻ ലഗാത്തോറുമുണ്ട്. അഡ്രിയാൻ ലൂണ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്ന താരമാണ്. നോവ സദോയ് അദ്ദേഹം ഇടത് വിങ്ങിൽ കളിക്കുന്ന താരമാണ്. ഡുഷാൻ ലഗാത്തോറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം സെന്റർ ബാക്ക് ആണ്. അതോടൊപ്പം തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്ന താരവുമാണ്. ഇനി കോൾഡോ ഒബിയറ്റയെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ അല്ല, മറിച്ച് മുന്നേറ്റ നിരയിൽ എവിടെയും കളിക്കുന്ന ഒരു താരമാണ് കോൾഡോ ഒബിയറ്റ. അതുപോലെ തന്നെ തിയാഗോ ആൽവസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഇടത് വിങ്ങർ ആണ്. എന്നാൽ മുന്നേറ്റ നിരയിൽ മറ്റു പല പൊസിഷനുകളിലും കളിക്കാൻ തിയാഗോ ആൽവസ് ഒരുക്കമാണ്. കൂടാതെ പ്രതിരോധ നിരയിലേക്ക് യുവാൻ റോഡ്രിഗസിനെ ക്ലബ്ബ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. സെന്റർ ബാക്ക് ആണ്. ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 6 വിദേശ താരങ്ങൾ വരുന്നത്. ഇതിൽ ആരാണ് മിസ്സിങ്, അതല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് മിസ്സിങ് വരുന്നത് എന്ന ചില ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പ്രധാനമായും 2 പൊസിഷനുകളാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സെന്റർ ഫോർവേഡിൽ കോൾഡോ ഒബിയറ്റയേക്കാൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമ്പർ 9 സ്ട്രൈക്കറെ, അതല്ലെങ്കിൽ ട്രഡീഷണൽ സ്ട്രൈക്കറെ കൊണ്ടുവരണമായിരുന്നു എന്ന ഒരു അഭിപ്രായം പലർക്കുമുണ്ട്. അതിനേക്കാൾ ഉപരി ആരാധകർ മുറവിളി കൂട്ടിയിരുന്നത് ഒരു നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ നല്ല ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടില്ല. അതായത് വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ക്ലബിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ശരിയാണ്, ഡുഷാൻ ലഗാത്തോർ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തെ ഒരു സെന്റർ ബാക്ക് ആയിക്കൊണ്ടായിരിക്കും ക്ലബ്ബ് ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ നല്ല ഒരു DMFന്റെ അഭാവം ക്ലബിനെ ഈ സീസണിൽ അലട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.